ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7ന്റെ അതായത് 7th ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് ആണ്. പാർട്ട് 1 ബുക്ക്. എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് നോക്കാം. സോ വാട്ട് ഓൾ കണ്ടന്റ്സ് ആർ ദെയർ ഇൻ ദിസ് ചാപ്റ്റർ? സോ ടോട്ടലി 7 ചാപ്റ്റേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫ്രം ട്രേഡ് ടു പവർ, തേർഡ് വൺ റെസിസ്റ്റന്റ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, fourth one India towards a new era, economic sources, understanding of maps, earth and biosphere. So totally 7 chapters are in this. So ഈ ബുക്കിനകത്ത് ആദ്യത്തെ ചാപ്റ്റർ ആയ യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ, യൂറോപ്പില് മിഡീവൽ സെഞ്ചുറിയിൽ എന്ത് നടന്നു എന്ന കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓർ ഇതെന്ന് പറയുന്നത് വേൾഡ് ഹിസ്റ്ററി പോർഷൻ ആണ്. സോ നമ്മൾ ഹിസ്റ്റോറിക്കൽ കണക്ടിവിറ്റി കിട്ടാൻ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം മിഡീവൽ സെഞ്ചുറിയിലാണ് തുടങ്ങുന്നത്. കാര്യം മിഡീവൽ സെഞ്ചുറിയിലാണ് നമ്മൾ തുടങ്ങുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മോഡേൺ ഹിസ്റ്ററിയിൽ നടന്ന പല കാര്യങ്ങളും, അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ എടുത്താലും കൊളോണിയലൈസേഷൻ എടുത്താലും അതിന്റെ ആഫ്റ്റർ ആയിട്ടുള്ള വേൾഡ് വാർ ഫസ്റ്റും സെക്കൻഡും എടുത്താലും ഡീകൊളോണൈസേഷൻ എടുത്താലും ഇതിനെല്ലാം മിഡീവൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു കാരണമായിരുന്നു. ഓർ മിഡീവൽ ഹിസ്റ്ററിയിലാണ് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും വേൾഡ് ഹിസ്റ്ററി പഠിക്കുമ്പോഴോ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോഴോ വി സ്റ്റാർട്ട് ഫ്രം ആക്ച്വലി മിഡീവൽ ഹിസ്റ്ററി. ഓക്കെ, സോ ഈ മിഡീവൽ ഹിസ്റ്ററി ചാപ്റ്ററിനകത്ത് വേൾഡ് ഹിസ്റ്ററിയിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. സോ ഇതിനകത്ത് മെയിൻ ആയിട്ട് യൂറോപ്പിലെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്പിൻ ട്രാൻസിഷൻ, യൂറോപ്പിന്റെ ട്രാൻസിഷൻ പീരീഡ് ആണത്. ഓർ എംപയർ, റോമൻ എംപയറിൽ നിന്നും ഒട്ടോമൻ എംപയറിലോട്ട് പോകുന്ന ഒരു ടൈം ആയിരുന്നു യൂറോപ്പില്. ഈ യൂറോപ്പില് ഇതിന്റെ ഫലമായിട്ട് ഓർ ഇതിനോട് അനുബന്ധിച്ച് നിരവധി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ എന്ന് പറയുന്നത് റിനൈസൻസ് എന്ന് പറയുന്ന ഫിനോമിന ഓർ റിനൈസൻസ് എന്ന് പറയുന്ന ട്രാൻസിഷൻ സ്റ്റേജ് ഹാപ്പൻഡ് ഇൻ യൂറോപ്പ്. സോ യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ, റിനൈസൻസ് ഈസ് പാർട്ട് ഓഫ് ദാറ്റ്. സോ റീഫോർമേഷൻ ഈസ് പാർട്ട് ഓഫ് ദാറ്റ്. ഡിഫറെന്റ് റീഫോം, റിലീജിയസ് റീഫോം വാസ് പാർട്ട് ഓഫ് ദാറ്റ്. സോ റിനൈസൻസ് ഉണ്ട്, റീഫോം ഉണ്ട്. ഇതിന്റെ എൻഡിലാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്ന് നിൽക്കുന്നത്. So today in this chapter we will be discussing more about Renaissance, humanism and all, and the reform associated with that, how that led to industrial revolution. Okay, മനസ്സിലായോ? സോ നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കാം. ഹാജിയ സോഫിയ. സോ ഇവിടെ യൂറോപ്പിന്റെ മാപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. കാണാമോ നിങ്ങൾക്കെല്ലാം? യൂറോപ്പിന്റെ മാപ്പാണ് കൊടുത്തിരിക്കുന്നത്. സോ യൂറോപ്പിന്റെ മാപ്പിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ കോൺസ്റ്റാന്റിനോപ്പിൾ. സോ ഇതെന്ന് പറയുന്നത് ഏഷ്യൻ കോണ്ടിനെന്റ്, ഇതെന്ന് പറയുന്നത് യൂറോപ്യൻ കോണ്ടിനെന്റ്. യൂറോപ്യൻ കോണ്ടിനെന്റ് ഏഷ്യൻ കോണ്ടിനെന്റിലൂടെ കണക്ട് ചെയ്ത് പോകുന്ന നമ്മളുടെ തുർക്കി ഓർ ടർക്കി എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ആ രാജ്യം. സോ അതിന്റെ ഇസ്താംബൂൾ എന്ന് പറയുന്ന ഇന്നത്തെ ക്യാപിറ്റലിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. സോ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ടുഡേയ്സ് ഇസ്താംബൂൾ ആണ്. ഓക്കെ, സോ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. കാര്യം നിങ്ങൾ ന്യൂസ് പേപ്പറിലൊക്കെ കേട്ട് കാണും, ചൈന ഒരു റോഡ് ബിൽറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾ കേട്ട് കാണും. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്ത്യ എതിർക്കുന്ന ചൈനാസ് റോഡ് കൺസ്ട്രക്ഷൻ. ആ പർട്ടിക്കുലർ പ്രോഗ്രാമിന് പറയുന്നത് വൺ ബെൽറ്റ് വൺ റോഡ് എന്നാണ്. സോ വൺ ബെൽറ്റ് വൺ റോഡ്. സോ ഏഷ്യയും യൂറോപ്പും എല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള പഴയ ഒരു റോഡ് ഉണ്ടായിരുന്നു, പഴയ ഒരു കണക്ടിവിറ്റി ഉണ്ടായിരുന്നു, ലാൻഡ് കണക്ടിവിറ്റി. സോ ഇതിനെയാണ് ആക്ച്വലി സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. നേരത്തെ ഏൻഷ്യന്റ് നമ്മൾ അറിയപ്പെടുന്നത് സിൽക്ക് റൂട്ട് എന്നാണ്. ഈ സിൽക്ക് റൂട്ടിന്റെ വീണ്ടും ഒരു റിഫ്രഷ്മെന്റ് ഓർ റീഗെയിനിങ് ഓഫ് ദിസ് സിൽക്ക് റൂട്ട് ആണ് വൺ ബെൽറ്റ് വൺ റോഡ് പോളിസിയിലൂടെ ചൈന ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ചൈനയുടെ ഈ പോളിസി ഇതിന്റെ ഒരു പാർട്ടാണ്. ഓക്കെ, ലീവ് അബൌട്ട് ടുഡേ. സോ ഇത് ഇന്നത്തെ ഇൻഫോർമേഷൻ ആണ്. അന്ന് വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഏഷ്യ, ഈസ്റ്റ് ഏഷ്യ, നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യ ഓർ ഈസ്റ്റ് ഏഷ്യൻ റീജിയണിൽ നിന്നും യൂറോപ്പിലോട്ട് മെയിൻ ആയിട്ട് മിഡീവൽ സെഞ്ചുറിയിലും മിഡീവൽ ഹിസ്റ്ററിയിലും മിഡീവൽ സെഞ്ചുറി ടൈമിലും പ്രോഡക്ട്സ് കടത്തിയിരുന്നത് ഈ ലാൻഡ് റൂട്ടിലൂടെയായിരുന്നു. ലാൻഡ് റൂട്ട്, യെസ് ഓർ നോ? സോ ഈ സീ റൂട്ട് ഒന്നും പ്രോപ്പർ ആയിട്ട് അന്ന് ഡെവലപ്പ് ആയിരുന്നതേ ഇല്ലെന്നാണ് സത്യം. സോ ഈ ലാൻഡ് റൂട്ടിലൂടെയാണ് മെയിൻ ആയിട്ട് പോയിരുന്നത്. സോ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രോസ് ജംഗ്ഷൻ ആയിരുന്നു. ഓക്കെ, സോ 15th സെഞ്ചുറിയിൽ ഓർ 1453 കോൺസ്റ്റാന്റിനോപ്പിളിൽ എന്തോ നടന്നു. അതിന്റെ ഫലമായിട്ട് വേൾഡ് ഹിസ്റ്ററി എല്ലാം ചേഞ്ച് ചെയ്യാൻ പോവുക. സോ വേൾഡ് ഹിസ്റ്ററിയിൽ നമുക്കറിയാം നടക്കുന്ന ഓരോ ഇൻസിഡന്റിനും അനുബന്ധമായി വേൾഡിൽ എറൗണ്ട് എവിടെയെങ്കിലും എന്തോ കണക്റ്റീവ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഈസ് ഹാപ്പനിങ്. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഇൻ ദ കേസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. ഓക്കെ, ലെറ്റ്സ് കം ടു ദിസ് ചാപ്റ്റർ. സോ ചാപ്റ്ററിനകത്ത് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ, അതായത് ഇന്നത്തെ ഇസ്താംബൂൾ എന്ന് പറയുന്നത്
was an capital നേരത്തെ capital ആയിരുന്നു of Eastern Roman Empire. So Roman Empire ഈസ്റ്റേൺ പാർട്ടിന്റെ ക്യാപിറ്റൽ ആയിരുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടന്റ്. വൈ ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ദ ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കണക്ടിവിറ്റി, ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ഗേറ്റ് വേ ആയിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ? അല്ല, ഇറ്റ് വാസ് എ സെന്റർ ഓഫ് നോളജ്. സോ ഒരുപാട് പോപ്പുലേഷൻ വന്ന് മിക്സ് ആയി മൂവ് ചെയ്യുന്ന ഈ ഇടം എന്ന് പറയുന്നത് സെന്റർ ഓഫ് നോളജ് ആയിരുന്നു. എബോർഡ് ഓഫ് സ്കോളേഴ്സ് ആൻഡ് എ ട്രഷർ ട്രോവ് ഓഫ് സ്കോളർലി ടെക്സ്റ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ റോമൻ എംപയർ ഇത് ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. റോമൻ എംപയർ എൻകറേജ്ഡ് all. What all? It encouraged education, it encouraged different art work. ഓക്കെ, സോ ആർട്ടിസ്റ്റിനും എഡ്യൂക്കേറ്റേഴ്സിനും തിങ്കേഴ്സിനും ഒക്കെ ഗുഡ് പീരീഡ് ആയിരുന്നു, ഗുഡ് ടൈം ആയിരുന്നു റോമൻ എംപയറിന്റെ ടൈമിൽ. സോ റോമൻ എംപയറിന്റെ പാർട്ട് ആയിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. Constantinople was very important because it was a center of knowledge. It was abode of scholars. Abode of scholars ആണ് സ്കോളേഴ്സിന്റെ, ബുദ്ധിജീവികളുടെ ഒരു കേന്ദ്രമായിരുന്നു അതെന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് വാസ് എ ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. സോ ഈ റീജിയൻ എന്ന് പറയുന്നത് 1453 തുർക്ക് ഓർ ഓട്ടോമാൻ എംപയർ എന്ന് പറയുന്ന എംപയർ ആക്ച്വലി ക്യാപ്ചേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ. സോ ഓട്ടോമാൻ എംപയർ എന്ന് പറയുന്നത് ഓട്ടോമാൻ എംപയർ. സോ റോമൻ എംപയർ എന്ന് പറയുന്നത് ഒരുതരം ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ആണെങ്കിൽ ഓട്ടോമാൻ എംപയർ എന്ന് പറയുന്നത് ഇസ്ലാം ഡോമിനേറ്റഡ് എംപയർ ആയിരുന്നു. സോ തുർക്ക് 1453 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. സോ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തപ്പോൾ എന്തോ പറ്റി, ഈ റോമൻ എംപയറിന്റെ ഫാൾ ഓൾമോസ്റ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തു, ഓൾമോസ്റ്റ് അവിടെ എൻഡിങ് ടൈം ആയിരുന്നു ആക്ച്വലി ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ഓട്ടോമാൻ എംപയർ പിടിച്ചു. സോ ഇതിന്റെ ഫലമായിട്ട് ഓട്ടോമാൻ എംപയർ വാസ് വെരി ഇൻടോളറന്റ് ടു ആർട്ടിസ്റ്റ് ആൻഡ് ദ സ്കോളേഴ്സ്. സോ തിങ്കേഴ്സിനും ആർട്ടിസ്റ്റിനും വളരെ ഇൻടോളറന്റ് ആയിരുന്നു, എതിരായിരുന്നു ഈ ഓട്ടോമാൻ എംപയർ എന്ന് പറയുന്നത്. ദേ ഹാഡ് ദെയർ ഓൺ ലെഗസി, ദേ ഹാഡ് ദെയർ ഓൺ ഹിസ്റ്ററി ആൻഡ് ദെയർ ഓൺ സ്റ്റൈൽ ഓഫ് ലൈഫ്. ഓക്കെ, സോ അതിന്റെ ഫലമായിട്ട് സ്കോളേഴ്സ്, ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് fled away from Constantinople to nearby countries, mainly to Italy. Mainly അവരുടെ റോമൻ എംപയർ ഉണ്ടായിരുന്ന ആ സ്ഥലങ്ങളിലോട്ട്, വെസ്റ്റേൺ റീജിയനിലോട്ട് ദേ റാൻ എവേ. അത് ഇറ്റലിയിൽ മാത്രമല്ല ഫ്രാൻസിന്റെ ഏരിയയിൽ വരെ ആക്ച്വലി ദേ മൂവ്ഡ്. സോ ഫ്രാൻസിൽ നമ്മൾ ഇന്ന് കാണുന്നില്ലേ, ഫ്രാൻസിലാണ് ഇന്ന് ആക്ച്വലി കപ്പിൾസ് ഏറ്റവും കൂടുതൽ പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളത്. ഹണിമൂൺ ട്രിപ്പായിട്ട് ഉള്ള ഒരു ഡ്രീം ലൊക്കേഷനാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആർട്ട് വർക്കിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രാൻസ് ഏർലിയർ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ അക്വയർ ചെയ്ത ശേഷം, ഓട്ടോമാൻ എംപയർ അക്വയർ ചെയ്ത ശേഷം അവിടുന്ന് ഓടിപ്പോയ കൂട്ടത്തിലുള്ള ആർട്ടിസ്റ്റും സ്കോളേഴ്സും എല്ലാവരും കൂടെ പോയ ടൈമില് സം മൂവ്ഡ് ടു ഫ്രാൻസ് ആൾസോ. ഓക്കെ, സോ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വർക്കും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റുന്നത് ഇന്ന്. ഓക്കെ, why did they migrate to Italy? Because in Italy Roman Empire was there, that was more acquainted for them. Okay, then why they moved to Italy? Italy was a country that upheld rich Greco-Roman tradition. So Greek-Roman tradition upheld ചെയ്യുന്ന ഒരു country ആയിരുന്നു ഇറ്റലി എന്ന് പറയുന്നത്. Rich Italian traders were the patrons of art, literature and culture. അവരുടെ പരിപാടി ഉണ്ടല്ലോ, ആർട്ട് വർക്കുകൾ, ലിറ്ററേച്ചർ വർക്കുകൾ, കൾച്ചർ വർക്കുകളിൽ they could find very wealthy, very rich Italian traders. These traders were keen to preserve the historical and cultural heritage. So historical and cultural heritage വളരെ വാല്യൂ സ്പെൻഡ് ചെയ്ത്, മണി സ്പെൻഡ് ചെയ്ത് പ്രിസർവ് ചെയ്യുന്നതിൽ these traders actually shown some interest. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഇന്ന് നമ്മൾ എടുത്തു നോക്കിയാലും കോടിക്കണക്കിന് മൂല്യമുള്ള പിക്ചേഴ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കോടിക്കണക്കിന് മൂല്യമുള്ള പഴയ പുരാതനമായ അവശിഷ്ടങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരിക്കലും ഒരു കോമൺ മാനോ ഒരു നോർമൽ റിച്ച് പേഴ്സണോ അങ്ങനെ ഒരു ഐറ്റം വാങ്ങുന്നതിന് തുനിയത്തില്ല. ബട്ട് അതേ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ശതകോടീശ്വരരെ ആക്ച്വലി they buy that, they stock it in their own showcases. Yes or no? As a pride. Are you getting that? So similarly ആ സമയത്ത് ഈ ട്രേഡേഴ്സ്, ഇറ്റാലിയൻ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി റിച്ച് ആയിരുന്നു. They were able to afford this artists, scholars and all. Okay, hence Italian cities furthered thinking and encouraged the spirit of learning among the immigrant scholars. So by the end of 13th century the Renaissance, which began in Italy, flourished and spread to other nations.
മനസ്സിലായോ നിങ്ങൾക്ക്? സോ വൈ റിനൈസൻസ് സ്റ്റാർട്ടഡ് ഇൻ ഇറ്റലി എന്നതിന്റെ റീസൺ ഇതാണ്. സോ ഓട്ടോമാൻ എംപയർ ഇത് അക്വയർ ചെയ്താൻ തുടങ്ങിയപ്പോൾ ഇവിടുന്ന് സ്കോളേഴ്സ് എല്ലാം കൂടെ ഇറ്റലിയിലോട്ട് ഓടി. സോ അവിടെ ഇരുന്നവര് തിങ്ക് ചെയ്താൻ കൊടുത്തപ്പോൾ ദേ സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് സംതിങ് ദാറ്റ് അന്ന് റിനൈസൻസിൽ നമ്മൾ കാണും എന്തോ അവർ തിങ്ക് ചെയ്യാൻ കൊടുത്തത്. എന്തിനാണ് അവർ മോർ ഇമ്പോർട്ടൻസ് കൊടുത്തതെന്ന് നമുക്ക് following paragraph വായിക്കുമ്പോൾ മനസ്സിലാവും. So by that new ideas came out, new thinking came out, new rational ideas actually propounded. സോ അതാണ് ഈ റിനൈസൻസ് എന്ന് പറയുന്നത്. റിനൈസൻസ് എന്ന് സിംപിളി നിങ്ങൾ എന്നോട് ചോദിച്ചാൽ വാട്ട് ഈസ് റിനൈസൻസ്? റിനൈസൻസ് എന്ന് പറയുന്നത് ഒരുതരം പുതുക്കലാണ്, ഓർ ഒരുതരം വീണ്ടും പുനർജന്മം എന്ന് നമ്മൾ പറയുന്ന പരിപാടിയാണ് ഈ റിനൈസൻസ് എന്ന് പറയുന്നത്. സോ റിനൈസൻസ് എന്ന് പറയുന്നത് എ ന്യൂ അവേക്കനിങ്, വീണ്ടും ഉണരുകയാണ്, പുനർജന്മം. എ ന്യൂ അവേക്കനിങ് ഇൻ ഓൾ സ്ഫിയേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. So human life ile all spheres, their way of life, their way of administration, their way of literature, their way of art, their way of different decision making. So all spheres of human life got a new awakening. So that is known as actually renaissance. Are you getting that? So renaissance ന്റെ meaning നിങ്ങൾക്ക് മനസ്സിലായോ? A new awakening in all spheres of human life is known as renaissance. നമുക്ക് നോക്കാം ഇത്. The fine arts, literature and history in the medieval period was centered on religious ideology. ശരിയല്ലേ? ഇന്ന് നമ്മളുടെ ഇന്ത്യൻ സിസ്റ്റം നമ്മൾ എടുത്ത് നോക്കിയാൽ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ ചില പാർട്ടികൾ ചില റിലീജിയനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവരുടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിന് വേണ്ടി ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. ഓക്കെ, സോ ഇത് ഇന്ന് തുടങ്ങിയതല്ല. 14th സെഞ്ചുറിയിൽ 13th സെഞ്ചുറി 14th സെഞ്ചുറി, അതായത് മിഡീവൽ പീരീഡിൽ റോമ സാമ്രാജ്യം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ റോമൻ എംപയർ ക്രിസ്ത്യൻ ഓട്ടോക്രസി എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അവിടെ കിങ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ചർച്ചിന് ഒരു ഹയർ സേ ഉണ്ടായിരുന്നു. അവരുടെ ഒരു പോപ്പെല്ലാം ഒരുപാട് പവറും ഫ്രീഡവും എൻജോയ് ചെയ്തിരുന്നു. ഓർ ലിറ്ററേച്ചറും ആർട്സും ഹിസ്റ്ററിയും എല്ലാം. സോ ആർട്ടും ലിറ്ററേച്ചറും മാത്രമല്ല, ഹിസ്റ്ററി ഉൾപ്പെടെ, ചരിത്രം ഉൾപ്പെടെ അവർക്ക് ഇഷ്ടപ്പെടുന്നത് എഴുതാൻ പറ്റും. സോ ലിറ്ററേച്ചറും ആർട്സും ഹിസ്റ്ററിയും എല്ലാം ഈ റിലീജിയസ് ഐഡിയോളജി, അതായത് ക്രിസ്ത്യൻ ഐഡിയോളജിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോകാനേ പറ്റത്തില്ല. ചർച്ചിന് സമ്മതമാകുന്നത് മാത്രമേ എക്സിസ്റ്റ് ചെയ്തിരുന്നുള്ളൂ. ഇല്ലാത്തതിനെല്ലാം എങ്ങനെയെങ്കിലും അവര് ഡിസപ്പിയർ ചെയ്തിരുന്നിരിക്കും. ഓക്കെ, ദ ടെക്സ്റ്റ് വെയർ ഇൻവേരിയബിളി റിട്ടൺ ഇൻ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ഭാഷയിലായിരുന്നു ആ ടെക്സ്റ്റുകൾ എഴുതിയിരുന്നത്. അതായത് ഈ ടെക്സ്റ്റുകളെല്ലാം എഴുതിയിരുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. കാര്യം എന്താ? നമുക്കറിയാം, നമ്മളുടെ ഹിസ്റ്ററി നിങ്ങൾ കേട്ട് കാണും പല സമയത്തും സാൻസ്ക്രിറ്റ് ആയിരുന്നു നമ്മൾ ഒരു തരം ഹയർ ലാംഗ്വേജ് ആയിട്ട് എടുത്തിരുന്നത്. അതുകൊണ്ട് ഒരു സമയത്ത് വരെ നമ്മളുടെ എല്ലാ ഗ്രന്ഥങ്ങളും ഇൻക്ലൂഡിങ് നമ്മളുടെ ഒരുപാട് മതഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ സംസ്കൃതത്തിലാണ് എഴുതിയിരുന്നത്. സോ സിമിലർലി ഇൻ Europe also during this 13th and 14th century, mainly Greek and Latin got prominence for different works, different texts. So by the dawn of 13th century, the 13th century തീർന്ന് 14th century start ചെയ്തപ്പോൾ Latin and Greek gave way to regional languages. So regional languages, common people ന്റെ languages, English, Spanish, French ന് upper hand കിട്ടി തുടങ്ങി. ഓക്കെ, സോ ആദ്യം നമ്മൾ പറഞ്ഞു എന്തോ, ഒന്ന് എല്ലാ വർക്കുകളും, അത് ആർട്ട് വർക്കായാലും ലിറ്ററേച്ചർ ആയാലും ഹിസ്റ്റോറിയൻസിന്റെ വർക്കായാലും റിലീജിയസ് ഐഡിയോളജിയെ ചുറ്റിപ്പറ്റി നിന്നതാണ്. രണ്ട്, ടെക്സ്റ്റിൽ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹയർ ക്ലാസിന്റെ ലാംഗ്വേജ് ആയിരുന്നു, ലാറ്റിനും ഗ്രീക്കും. 14th സെഞ്ചുറിയുടെ സ്റ്റാർട്ടിങ്ങോട് കൂടി ഇത് റീജിയണൽ ലാംഗ്വേജസ് റീപ്ലേസ് ചെയ്തു, ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച്. Okay, the writers of this period adopted the life of common man and a central theme of their works. So common man ipo center ആയി തുടങ്ങി, common man's language center ആയി തുടങ്ങി different art workന്. The literature of this period was no longer confined to the religion and the philosophy, but gave way to themes that depicts diverse aspects of human life. So human life നെ കുറിച്ച് അവർ എഴുതാൻ തുടങ്ങി. എപ്പോഴും മതത്തെക്കുറിച്ചും മതഗ്രന്ഥങ്ങളെ കുറിച്ചും ദൈവങ്ങൾ ചെയ്ത അത്ഭുത പ്രവർത്തികളെ കുറിച്ച് മാത്രം പറയാതെ they started writing about human life, their different aspects of work, their different hardship started to write. Okay, similar changes occurred in other art forms like painting and sculpture. So this vision primarily concerned with the various aspects of human life known as humanism. So humanism എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, humanism is a concept in that human and his life is given primordial importance over anything. The new spirit of humanism inspired
The new spirit of humanism inspired unique thoughts on universe and human life. The new spirit of humanism inspired unique thoughts on the universe and human life. It promoted reasoning and the spirit of inquiry. So they started asking question. Common man started to asking question. അവരെന്താ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയത്? Because now they are understanding things. Because the thing is in their language. The writings are about their stories, their life work. So they started asking question. So they promoted reasoning and the spirit of inquiry. Okay. Consequently, a new awakening in all spheres of human life became visible in Europe. That is known as Renaissance. Renaissance എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും യൂറോപ്പിൽ നടന്നത് മാത്രമാണ് Renaissance എന്ന് എഴുതി കളയരുത്. Renaissance എന്ന് പറയുന്ന ഒരു കോമൺ ടേം ആണ്. ഇന്ത്യയിലും ഉണ്ടായിരുന്നു Renaissance എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ പറയും ഇന്ത്യയിൽ എപ്പോഴാണ് Renaissance വന്നതെന്ന്. ഇന്ത്യയിൽ ഒരു റീബർത്ത് ഓഫ് ഇറ്റ്സ് ഓൺ കൾച്ചർ, ഇറ്റ്സ് ഓൺ റിലീജിയസ് ആസ്പെക്ട്സ്, ഇറ്റ്സ് ഓൺ തിങ്കിങ്, ലാംഗ്വേജ് എല്ലാം വന്നത് നമ്മൾ പറയും. ഓക്കെ. What were the situation that helped in developing humanism in Europe? So യൂറോപ്പിൽ ഹ്യൂമനിസം ഡെവലപ്പ് ചെയ്യുന്നതിന്റെ സിറ്റുവേഷൻസ് എന്തൊക്കെയായിരുന്നു ചോദ്യം. എന്തൊക്കെയായിരുന്നു? സോ നമുക്കറിയാം why humanism developed in Europe? Because scholars moved in large number to Europe. So why they moved large number? Because Ottoman Empire expanded and they captured Constantinople. So first reason enduva? So the expansion of Ottoman Empire and acquiring Constantinople, thereby large number of scholars ran away from Constantinople to European countries. Okay, അതായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? Second reason is the fine arts, literature, history of the medieval period that were centered on religious ideology that started to change. That started to change means they gave importance to human and their way of life. So second reason. Third reason എന്ന് പറയുന്നത് now the text and books became now the language of text and book became common people language, that is English, Spanish, French. Earlier it was Greek and Latin. Okay. Fourth one, spirit of inquiry and reasoning encouraged among the people. Okay. So ഇതൊക്കെയാണ് ഹ്യൂമനിസം കൺസെപ്റ്റ്, ഹ്യൂമന് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കൺസെപ്റ്റ് യൂറോപ്പിൽ ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം. ഓക്കെ. നൗ Renaissance. So Renaissance നമ്മൾ പറഞ്ഞു എന്തുവാ? Renaissance means it is a rebirth. So rebirth എന്ന് വെച്ചാൽ എന്തുവാ? ആൾറെഡി ഉണ്ടായിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പോ സപ്പോസ് ഇപ്പൊ കൊറോണയുടെ ടൈമാണ്. കൊറോണയുടെ ടൈമിൽ നിങ്ങളെല്ലാം എങ്ങനെ പഠിക്കുന്നത്? യു ആർ സ്റ്റഡിയിങ് യൂസിങ് മൊബൈൽ, TV, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് ആൻഡ് ഓൾ. സോ ഇതെന്ന് പറയുന്ന ഒരു റീബർത്ത് ആണ്, ഇതൊരു റിനൈസൻസ് ആണ്. കാര്യം എന്താ? നേരത്തെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് ബാഗ് എടുത്ത് ചോറെല്ലാം കെട്ടി സ്കൂളിൽ പോയി അവിടെ ഇരുന്നു, യുവർ ടീച്ചേഴ്സ് യൂസ് ടു ടീച്ച്. യെസ് ഓർ നോ? നൗ ഇറ്റ് ബിക്കെയിം ഓൺലൈൻ. സോ ഈ ഓൺലൈൻ എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റഡി പ്രോസസ്സിന്റെ ഒരു റീബർത്ത് ആണ്, റിനൈസൻസ് ആണ്, റീ അവേക്കനിങ് ആണ്. വി ആർ സ്റ്റഡിങ് നൗ ആൾസോ, ബട്ട് യു ഹാവ് എ നമ്പർ ഓഫ് സോഴ്സസ് നൗ. നിങ്ങൾ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ് കേൾക്കാതെ എന്റെ ക്ലാസ് കേൾക്കുന്നു. പല യൂട്യൂബ് ചാനലിലോട്ടും യു ആർ ലിസണിങ് ടു മീ because my teaching has something new. That's why you are listening, no? അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കേണ്ട കാര്യമുണ്ടോ അത്? Yes or no? So similarly Renaissance എന്ന് പറയുന്നത് ഒരു റീബർത്ത് ആണ്. ആ റീബർത്ത്, റിനൈസൻസ് എന്ന് വെച്ചാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ചേഞ്ച് ആയി പുതിയൊരു രീതിയിൽ വരുന്നു, അത്രേ ഉള്ളൂ. ഒരു ന്യൂ വേ ഓഫ് അപ്രോച്ച്. ഓക്കെ. സോ റിനൈസൻസ് എന്ന് പറയുന്നത് എല്ലാ ഫീൽഡിലും നടന്നു നമുക്കറിയാം. സോ റിനൈസൻസ് എന്ന് പറയുന്നത് ലിറ്ററേച്ചർ ഫീൽഡിൽ നടന്നു, റിനൈസൻസ് എന്ന് പറയുന്നത് ആർട്സിന്റെ ഫീൽഡിൽ നടന്നു, റിനൈസൻസ് റീ അവേക്കനിങ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സയൻസിന്റെ ഫീൽഡിൽ നടന്നു. സോ ആർട്ടിന്റെ ഫീൽഡിൽ നടന്നു, സയൻസിന്റെ ഫീൽഡിൽ നടന്നു, പിന്നെ ഏതിന്റെ ഫീൽഡിലാണ് നടന്നേ? റിനൈസൻസ് എന്ന് പറയുന്നത് ആർട്സിന്റെ ഫീൽഡിൽ നടന്നു, സയൻസിന്റെ ഫീൽഡിൽ നടന്നു, ലിറ്ററേച്ചറിന്റെ ഫീൽഡിൽ നടന്നു. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്, ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട് പോകാം. ഓക്കെ, ഇത് ഫാക്ച്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സാമ്പിൾ എഴുതണം. ഫോർ എക്സാമ്പിൾ, Petrarch was one of the eminent writers of Renaissance period. He is known as the father of Renaissance in Europe. So യൂറോപ്പിലെ ഫാദർ ഓഫ് റിനൈസൻസ് എന്നറിയപ്പെടുന്നത് പെട്രാർക്ക് ആണ്. കാര്യം പെട്രാർക്കിന്റെ റൈറ്റിങ്ങിലൂടെ അദ്ദേഹമാണ് ലാർജ് നമ്പർ ഓഫ് പീപ്പിളിനെ ഈ ഒരു സ്ഫിയറിലോട്ട് നമുക്ക് വി നീഡ് ടു ചേഞ്ച് ദ വേ ഓഫ് ലൈഫ്,
We need to change the way we are thinking. We need to change about the thinking of the administration. Religion നമ്മുടെ ലൈഫിൽ അമിതമായി കയറുന്നു. ക്രിസ്ത്യാനിറ്റി നമ്മളുടെ ലൈഫിൽ അമിതമായി കയറുന്നു. സോ ചർച്ച് എന്ന് പറയുന്നത് നമ്മളെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ളതല്ല, നമ്മുടെ സ്പിരിച്വൽ മാറ്റർ ഹാൻഡിൽ ചെയ്യാനുള്ള, നമ്മുടെ പൊളിറ്റിക്കൽ ലൈഫ് നമ്മൾ തീരുമാനിച്ചുള്ള, അതിനകത്ത് യാതൊരു കാരണവശാലും റിലീജിയൻ ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല എന്ന രീതിയിൽ റിനൈസൻസ്, എ ന്യൂ വേ ഓഫ് ലൈഫ്, ഫാദർ ഓഫ് റിനൈസൻസ് ഇൻ യൂറോപ്പ് എന്നറിയപ്പെടുന്നത് പെട്രാർക്കാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ബുക്കാണ് സെക്രീറ്റം എന്ന് പറയുന്നത്. സോ അത് കൂടാതെ ദ പിക്ചേഴ്സ് ഓഫ് ഫ്യൂ റിനൈസൻസ് റൈറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് their വർക്ക്സ് ആർ ഗിവൺ. പിക്ചർ ഓർത്തിരിക്കേണ്ട, അവരുടെ പേര്: ഡാന്റേ, ദ ഡിവൈൻ കോമഡി; ബൊക്കാസിയോ, ദ ഡീകാമറൂൺ; സെർവാൻഡസ്, ഡോൺ ക്വിക്സോറ്റെ; എറാസ്മസ്, ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഓക്കെ, സോ റൈറ്റേഴ്സിന്റെ പേര്, ഈ കണ്ട റൈറ്റേഴ്സിന്റെ പേര് ഇവിടെ എടുത്ത് എഴുതി അവരുടെ വർക്കും നിങ്ങൾ ഇവിടെ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് റിനൈസൻസ് ഇൻ ആർട്സ്. Renaissance spirit was most pronounced in painting. So ആർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ പെയിന്റിങ് വരും. ഓക്കെ, സോ പെയിന്റിംഗ് എന്ന് പറയുന്നത് ഡിഫറെന്റ് പെയിന്റിംഗ് വരും, ഇൻക്ലൂഡിംഗ് മ്യൂറൽ പെയിന്റിംഗ്, നമ്മുടെ ഭിത്തിയിൽ വരയ്ക്കുന്ന പെയിന്റിംഗ് ഉൾപ്പെടെ വരും. സെക്കൻഡ് എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് വർക്ക്, ആർക്കിടെക്ചറുകൾ വരും. ഓക്കെ, കൊത്തുപണികളും കാര്യങ്ങളും. സോ പെയിന്റിംഗിലാണ് ഏറ്റവും കൂടുതൽ റിനൈസൻസ് സ്പിരിറ്റ് കണ്ടിരുന്നത്, ആ പുതുജീവൻ കണ്ടിരുന്ന പറയുന്നത്. സോ ലിയനാർഡോ ഡാവിഞ്ചി വാസ് വൺ ഓഫ് ദ ഗ്രേറ്റ് പെയിന്റേഴ്സ് ഓഫ് ദാറ്റ് പീരീഡ്. ശരിയല്ലേ? സോ മൊണാലിസയെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും, ലാസ്റ്റ് സപ്പറിനെ കുറിച്ച് ഇവിടെ കേട്ട് കാണും. സോ മൊണാലിസയും ലാസ്റ്റ് സപ്പറും ലിയനാർഡോ ഡാവിഞ്ചിയുടെയാണ്. അതുകൂടാതെ ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന പെയിന്റിംഗ് ആരുടെയാണ്? മൈക്കൽ ആഞ്ചലോയാണ്. ഓക്കെ, സോ മൈക്കൽ ആഞ്ചലോയുടെ പെയിന്റിംഗ് ആയ ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് ലിയനാർഡോ ഡാവിഞ്ചിയുടെ പെയിന്റിംഗ് ആയ, സെക്കൻഡ്, ഓക്കെ, സോ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ലിയനാർഡോ ഡാവിഞ്ചിയുടെയാണ്. ലാസ്റ്റ് സപ്പർ വരച്ചിരിക്കുന്നത് ഈ ലാസ്റ്റ് സപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, അതായത് നമ്മുടെ യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴ സമയത്ത് ഈ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന ഈ പിക്ചർ എന്ന് പറയുന്നത് മ്യൂറൽ പെയിന്റിംഗ് ആണ്. മ്യൂറൽ പെയിന്റിംഗ് എന്ന് വെച്ചാൽ എവിടെ വരച്ചിരിക്കുകയാണ്. ഇത് വരച്ചിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് പറയാം, സാന്റാ മരിയ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. സാന്റാ മരിയ ഡെല്ലെ ഗ്രസി എന്നാ പറയുന്നത്, നിങ്ങൾ സാന്റാ മരിയ എന്ന് ഓർത്തിരുന്നാൽ മതി. സോ ഇറ്റലിയിലെ ഒരു കോൺവെന്റ് ആണ് ഇതെന്ന് പറയുന്നത്. എന്താണിത്? സാന്റാ മരിയ എന്ന് പറയുന്നത് ഇറ്റലിയിലെ ഒരു കോൺവെന്റ് ആണ്. സോ ഇറ്റലിയിലെ ഒരു കോൺവെന്റിൽ വരച്ചിരിക്കുന്നതാണ് ഈ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന ഇതൊരു മ്യൂറൽ പെയിന്റിംഗ് ആണ്. ഇനി അതുകൂടാതെ ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന മൈക്കൽ ആഞ്ചലോയുടെ പടം എന്ന് പറയുന്നത് ഒരു ചർച്ചിന്റെ മുകളിലത്തെ ഭാഗം, ഓക്കെ, റൂഫിൽ വരച്ചിരിക്കുന്നതാണ്. എത്രത്തോളം കഷ്ടപ്പെട്ട് വരച്ചാണെന്ന് ആലോചിക്കണം. സോ ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് മൈക്കൽ ആഞ്ചലോയുടെ വരച്ചിരിക്കുന്നത് സിസ്റ്റൈൻ ചാപ്പൽ, വത്തിക്കാൻ സിറ്റിയിലാണ്. SISTAN, സിസ്റ്റൈൻ ചാപ്പൽ. സോ വത്തിക്കാൻ സിറ്റിയിലെ സിസ്റ്റൈൻ ചാപ്പലിലാണ് നമ്മുടെ ലാസ്റ്റ് ജഡ്ജ്മെന്റ് മൈക്കൽ ആഞ്ചലോയുടെ വരച്ചിരിക്കുന്നത്, മറന്നു പോകരുത്. അതുകൂടാതെ റാഫേലിന്റെ ദ സ്കൂൾ ഓഫ് ഏതൻസ്. ഓക്കെ, ഇതാണ് ഡിഫറെന്റ് ആർട്ട് വർക്ക് എന്ന് പറയുന്നത്. അതുകൂടാതെ ഉള്ള ഇനി ആർക്കിടെക്ചറിനെ കുറിച്ച് പറയുന്നത്, പെയിന്റിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൂടാതെ ദ പ്രൊമിനന്റ് സ്കൾപ്റ്റേഴ്സ് ആൻഡ് ആർക്കിടെക്ചർ, മരപ്പണിക്കാരും കല്ലുപണിക്കാരും, അവരുടെ വർക്കിനെ കുറിച്ച് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ലൊറൻസോ ഗിബർട്ടിയുടെ ദ ഡോർ ഓഫ് ദ ഫ്ലോറൻസ് ബാപ്റ്റിസറി, അതിന്റെ ഡോർ വുഡിൽ ചെയ്തു വെച്ചിരിക്കുന്ന കണ്ടോ. ഡൊനാറ്റെല്ലോയുടെ ഗട്ടമേലാട്ട എന്ന് പറയുന്ന സ്കൾപ്ചർ. സോ ഇതെല്ലാം അന്നത്തെ ആർട്ടിസ്റ്റിക് വർക്കിന് എക്സാമ്പിൾ ആണ്. സോ ന്യൂ വേ ഓഫ് ആക്ച്വലി their own creation they have improved in different way. സോ നിങ്ങൾ ഇതിനകത്ത് ഇവിടെ എഴുതണം, ആർട്ടിസ്റ്റ് വർക്കും അവരുടെ വർക്കും ഏത് ഫീൽഡ് ആയിരുന്നു, ആർക്കിടെക്ചർ ആണോ, പെയിന്റിംഗ് ആണോ, സ്കൾപ്ചർ ആണോ എന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ, നൗ ദ ലാസ്റ്റ് വൺ, റിനൈസൻസ് ഇൻ സയൻസ്. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. നമ്മൾ ഈ കണ്ട ആർട്ടും ലിറ്ററേച്ചറും എന്നതിലുപരി റിനൈസൻസ് ഇൻ സയൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. നെക്സ്റ്റ് നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയിലെ അടുത്ത ഫേസ് ആയ ഇൻഡസ്ട്രിയലൈസേഷനിലോട്ട് കൊണ്ടുപോയത് റിനൈസൻസ് ഇൻ സയൻസ് ആണ്. ഓക്കെ, സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സയൻസിൽ അന്ന് വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളെയും റീപ്ലേസ് ചെയ്തു ബൈ ഒബ്സർവേഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സോളാർ സിസ്റ്റം നമുക്കറിയത്തില്ലേ. സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം സൺ ഉണ്ടെന്നും സണ്ണിന് ചുറ്റും ഡിഫറെന്റ് പ്ലാനറ്റ്സ് ഉണ്ടെന്നും. ബട്ട് അങ്ങനെ ആയിരുന്നില്ല വൺസ് അപ്പോൺ എ ടൈം ബിലീവ് ചെയ്തിരുന്നത്. എസ്പെഷ്യലി നമ്മളുടെ ബിബ്ലിക്കൽ സോഴ്സ് ഓർ അന്നുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളിലെടുത്ത് നോക്കിയാൽ എർത്തിനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാം നടന്നിരുന്നത് എന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്.
പക്ഷേ കോപ്പർനിക്കസ് propounded the theory of solar system and announced that earth revolves around the sun. ഗലീലിയോ later telescope കണ്ടുപിടിച്ചിട്ട് അത് ഉറപ്പിച്ചു പറഞ്ഞു. ചർച്ച് punished Galileo for this. Okay, now comes to the printing press. So ജോഹന്നസ് ഗുണ്ടൻബർഗ് ആണ് പ്രിന്റിംഗ് പ്രസ് ആദ്യമായി കണ്ടുപിടിച്ചത്. സോ പ്രിന്റിംഗ് അച്ചടിശാല കണ്ടുപിടിച്ചത്. സോ ഈ പ്രിന്റിംഗ് വർക്ക് കണ്ടുപിടിച്ചതിന്റെ ഫലമായിട്ട് the word means റിനൈസൻസിന്റെ ആ ഒരു സ്പീഡ് ഇൻക്രീസ്ഡ്. കാര്യം എന്തുവാ, മറ്റേത് ഒരാൾ എഴുതിയത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന പരിപാടി ഇല്ല, അന്ന് ഒരാൾ എഴുതിയത് ഒരൊറ്റ സോഴ്സേ കാണും. ഹിയർ ദ സ്റ്റോറി ഓഫ് പ്രിന്റിംഗ് സ്റ്റാർട്ടഡ് മീൻസ് സെയിം ടെക്സ്റ്റിന് എത്ര പ്രാവശ്യം വേണമെങ്കിലും പ്രിന്റ് ചെയ്യാം, ഒരു 50 കോപ്പി വേണമെങ്കിലും എടുക്കാം ഒരാളുടെ തന്നെ. Are you getting that? So easily the things spread, easily the information spread. Are you getting that? Are you getting that? അതാണ് റിനൈസൻസ് ഇൻ സയൻസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് റീഫോർമേഷൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോ റീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ മെയിൻലി ഉദ്ദേശിക്കുന്നത് ഉള്ളത് ഒന്ന് ചേഞ്ച് ചെയ്ത് കിട്ടി. മെയിൻലി ഈ റീഫോർമേഷൻ ഉദ്ദേശിക്കുന്നത് യൂറോപ്പിലെ റീഫോർമേഷൻ ആണ്. യൂറോപ്പിലെ ഉണ്ടായിരുന്ന റിലീജിയൻ ആയ ക്രിസ്ത്യൻ റിലീജിയന്റെ റീഫോർമേഷൻ ആണ്. അതായത് ക്രിസ്ത്യൻ റിലീജിയനിൽ തന്നെ, ക്രിസ്ത്യൻ റിലീജിയൻ എന്നല്ല ഏത് റിലീജിയൻ നമ്മൾ ഇന്ന് എടുത്താലും ആ ഒരു ഇഷ്യൂ ഉണ്ട്. സോ ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദ ബൈബിളിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിലുപരി ചർച്ച് ഇമ്പോർട്ടൻസ് നേടി തുടങ്ങി. നമ്മളുടെ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, പുരാണങ്ങളിലുപരി ആ പുരാണങ്ങൾ വെച്ച് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ബ്രാഹ്മൺസ് ആക്ച്വലി അപ്പർ ഹാൻഡ് എടുത്തു തുടങ്ങി. അവര് മിസ്റീഡ് ചെയ്യാൻ തുടങ്ങി, മിസ് റൂൾ ചെയ്യാൻ തുടങ്ങി. സോ സിമിലർലി യൂറോപ്പിൽ അന്നുണ്ടായിരുന്ന ക്രിസ്ത്യാനിറ്റി എന്ന സിസ്റ്റം ആയിരുന്നു. സോ ക്രിസ്ത്യാനിറ്റി എന്ന സിസ്റ്റത്തിൽ ബൈബിളിന്റെ സോഴ്സിന് മേളിൽ ചർച്ച് അവരുടെ അധികാരങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ദേ സ്റ്റാർട്ടഡ് മിസ്യൂസിങ് ഇറ്റ്, ദേ വെയർ യൂസിങ് കറപ്റ്റ് പ്രാക്ടീസസ്. സോ അതിനെതിരെ ഒരു പ്രൊട്ടസ്റ്റന്റ് മാർച്ച് ഉണ്ടായിരുന്നു. പ്രൊട്ടസ്റ്റൻസ് എന്ന് പറയുന്ന വിഭാഗത്തെ നിങ്ങൾ കേട്ട് കാണും. സോ ആൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും എതിർപ്പ് പറയുന്നവരെ പ്രൊട്ടസ്റ്റൻസ്. സോ പ്രൊട്ടസ്റ്റൻസിന്റെ ലീഡറായ മാർട്ടിൻ ലൂഥർ. സോ മാർട്ടിൻ ലൂഥർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ലീഡർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിലാണ് ആക്ച്വലി ഈ ക്രിസ്ത്യൻ റിലീജിയൻ റീഫോം ചെയ്യണമെന്ന്, റീഫോം ചെയ്യാത്തവരെ പ്രൊട്ടസ്റ്റന്റ് ആയിട്ട് മാറിപ്പോവുകയൊക്കെ ചെയ്തു. ഓക്കെ, നൗ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇമ്പോർട്ടന്റ് ഞാൻ നേരത്തെ പറഞ്ഞു. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഒരു ട്രേഡിന്റെ ലാൻഡ് കണക്ടിവിറ്റി ആയിരുന്നു. നൗ ദാറ്റ് ഈസ് ഗോൺ ബിക്കോസ് ഓട്ടോമൻ എംപയർ ആണ്. ഈസിലി പണ്ട് പോയിരുന്ന കണക്കെ പോകാൻ പറ്റില്ല. സോ യൂറോപ്യൻ കൺട്രീസ് സ്റ്റാർട്ട് സെർച്ചിങ് ഫോർ ന്യൂ റൂട്ട്സ്. സോ ലാൻഡ് ഇല്ലെങ്കിൽ പിന്നെ എന്തോ നോക്കുന്നേ, സീ. സോ സീയിലൂടെ പുതിയ പുതിയ നാവിഗേഷനും കാര്യങ്ങളും ഒക്കെ തുടങ്ങി. സോ ഡിഫറെന്റ് സീ റൂട്ട്സ് ടു ഏഷ്യ, ആഫ്രിക്ക ആൻഡ് ഓൾ എസ്റ്റാബ്ലിഷ്ഡ് due to this annexation of Constantinople by Ottoman Empire. Okay, now comes to industrial revolution. So industrial revolution എന്ന് വെച്ചാൽ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ആയി. മോഡ് ഓഫ് പ്രൊഡക്ഷൻ. സോ നേരത്തെ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഹാൻഡ് ആയിരുന്നു. അതായത് ഓരോ ലേബറേഴ്സും അല്ലെങ്കിൽ ഓരോന്നും ചെയ്യുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ആർട്ടിസ്റ്റ് ആയാലും സ്കൾപ്റ്റേഴ്സ് ആയാലും, അവര് സ്വയം അവരുടെ ഹാൻഡ് ആയിരുന്നു ആക്ച്വലി അവിടുത്തെ മെഷീൻ എന്ന് പറയുന്നത്. നൗ ആ ഹാൻഡിനെ റീപ്ലേസ് ചെയ്ത് ഒറിജിനൽ മെഷീൻ വന്നു തുടങ്ങി. അതാണ് ഇൻഡസ്ട്രിയലൈസേഷൻ. സോ മെഷീൻസ് വന്നപ്പോൾ എന്തോ പറ്റി, മെഷീൻസ് വന്നപ്പോൾ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ഇൻക്രീസ് ചെയ്തു. കാര്യം സ്പീഡ് ഇൻക്രീസ് ചെയ്തു, റിഫൈൻമെന്റ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, എല്ലാം ഒരുപോലെ ഇരിക്കും. റിഫൈൻമെന്റ് ഇൻക്രീസ് ചെയ്തു, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞു. ഇതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഒരു പരിണിത ഫലമാണ് നമ്മുടെ കൊളോണൈസേഷൻ എന്ന് പറയുന്നത്. കാര്യം എന്തുവാ, ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഫലമായിട്ട് അവർ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്തു. ഇത് എവിടെ കൊണ്ടുപോയി സെയിൽ ചെയ്യും? ഇനി സെയിൽ ചെയ്യാൻ പുതിയ സ്ഥലങ്ങൾ വേണ്ടേ, പുതിയ മാർക്കറ്റുകൾ വേണ്ടേ? So that's why they moved to different parts of the world. So slowly they start involving in the administration, and that is what is called colonization. അത് നമ്മൾ വേറെ ചാപ്റ്ററുകളിൽ പഠിക്കുന്നുണ്ട്. So renaissance in the field of science led to the invention of new machines which brought about immense changes in the field of production. Consequently, production increased while the cost of production decreased, and the refinement efficiency of the system increased. Such changes in the field of production ushered industrial revolution. അതാണ് ട്രേഡിന് കാരണമാകുന്നത്. പറഞ്ഞല്ലോ നമ്മൾ ആൾറെഡി. സോ ഫോർ എക്സാമ്പിൾ ആയിട്ട് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്പിന്നിങ് ജെന്നിയുടെ ഡെവലപ്മെന്റും സ്റ്റീം എഞ്ചിന്റെ ഡെവലപ്മെന്റും. സോ സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്നത് ജെയിംസ് ഹാർഗ്രീവ്സിന്റെ ഡെവലപ്മെന്റ് ആണ്. ഫ്ലൈയിങ് ഷട്ടിൽ എന്ന് പറയുന്നത് ജോൺ കെയുടെ ആണ്. സ്റ്റീം എഞ്ചിൻ എന്ന് പറയുന്നത് ജെയിംസ് വാട്ട് ആണ്. ലോക്കോമോട്ടീവ് എന്ന് പറയുന്നത് ജോർജ് സ്റ്റീഫൻസൺ ആണ്. സോ ഇത് രണ്ട് നിങ്ങൾ ഒരുപാട് ഡൗട്ട് അടിക്കണ്ട. ഇതെന്ന് പറയുന്നത് നമ്മുടെ തയ്യൽ മെഷീൻ ഉണ്ടല്ലോ, നെയ്ത്ത് യന്ത്രങ്ങൾ ഉണ്ടല്ലോ. സോ നെയ്ത്ത് യന്ത്രങ്ങൾ ഇന്നുള്ള രൂപത്തിലാക്കിയത്
ഓർ നെയ്ത്ത് യന്ത്രങ്ങൾ അന്ന് കയ്യിൽ നെയ്യുന്നതിന് പകരം കൊണ്ടുവന്ന സിസ്റ്റം ആയിരുന്നു ഫ്ലൈയിങ് ഷട്ടിലും സ്പില്ലിംഗ് ജെന്നി എന്ന് പറയുന്നത്. സോ സ്റ്റീം എഞ്ചിൻ എന്ന് പറയുന്നത് നമുക്കറിയാം സ്റ്റീം ഉപയോഗിച്ച് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ചായിരുന്നു ഒരു കാലത്ത് വരെ ബോട്ടുകളും എല്ലാം ഓടിക്കൊണ്ടിരുന്നത്. സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ചായിരുന്നു ട്രെയിൻ വരെ ഓടിക്കൊണ്ടിരുന്നത്. സോ ലോക്കോമോട്ടീവ് സിസ്റ്റം ട്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് ഹെൽപ്പായി. ഓക്കെ, സോ ഹൗ ഡിഡ് ദ സയന്റിഫിക് ഇൻവെൻഷൻ ഇൻഫ്ലുവൻസ് ദ സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ? അതാണ് നമ്മൾ ഓൾറെഡി കണ്ടത്. സയന്റിഫിക് ഇൻവെൻഷനിലൂടെ ഒരുപാട് പ്രൊഡക്റ്റ് കിട്ടി. അത് മോഡ് ഓഫ് പ്രൊഡക്ഷന് അതിന്റെ ഡിഫറെന്റ് ഫീച്ചേഴ്സ് എല്ലാം ചേഞ്ച് ആയി. അത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ലീഡ് ചെയ്തു. സോ മനസ്സിലായോ നിങ്ങൾക്ക്? സോ ദാറ്റ്സ് വാട്ട് അബൌട്ട് ദാറ്റ് ചാപ്റ്റർ. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം. ഇതിന്റെ ആക്ടിവിറ്റീസ് എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് വേറെ ക്ലാസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം. താങ്ക് യു.